ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ സംരക്ഷിക്കാൻ ക്രയോജനിക് സംവിധാനം ഒരുക്കി തമിഴ്നാട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആപ്ലിക്കേഷനായി സെപ്റ്റോ. തേർഡ് എഡിഷനുമായി ഇന്ത്യ എനർജി വീക്ക് ഡൽഹിയിൽ. AI ആക്ഷൻ ഉച്ചകോടി 2025 പാരീസിൽ. സഹ അധ്യക്ഷ പദവിയിൽ ഇന്ത്യ. തദ്ദേശീയമായി വികസിപ്പിച്ച ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ സംരക്ഷിക്കാൻ ക്രയോജനിക് സംവിധാനം ഒരുക്കി തമിഴ്നാട്. 10.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ ഫെസിലിറ്റി കോയമ്പത്തൂരിലെ തമിഴ്നാടു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുന്നത്. -153 ഡിഗ്രി സെൽഷ്യസിനു താഴെ താപനിലയുള്ള പദാർത്ഥങ്ങളുടെ പഠനമാണ് ക്രയോജനിക്സ്. ഈ താപനിലയിൽ സാധാരണ വാതകങ്ങൾ ദ്രാവകമായി മാറുന്നു. ഈ ക്രയോജനിക് യൂണിറ്റിന് പ്ലാന്റ് മെറ്റീരിയൽസിനെ കുറെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനാകും. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ ഈ സംവിധാനത്തിലൂടെ സംരക്ഷിക്കാനാണ് ഗവൺമെന്റിന്റെ തീരുമാനം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആപ്ലിക്കേഷനായി സെപ്റ്റോ. മൊബൈൽ ആപ്പ് അനലിറ്റിക്സ് ആൻഡ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ സെൻസർ ടവർ ആണ് 2024 ഈ ഡേറ്റ പുറത്തുവിട്ടത്. 2020 സ്ഥാപിക്കപ്പെട്ട ഒരു ഇന്ത്യൻ ഓൺലൈൻ ഗ്രോസറി ഡെലിവറി പ്ലാറ്റ്ഫോമാണ് സെപ്റ്റോ. മറ്റ് ഇ-കൊമേഴ്സ് ഗ്രോസറി പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് വേഗമേറിയതും സൗകര്യപ്രദവുമായ സേവനം നൽകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. തേർഡ് എഡിഷനുമായി ഇന്ത്യ എനർജി വീക്ക് ഡൽഹിയിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ എനർജി ഇവന്റായ ഇത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ കീഴിലാണ് നടക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ ആൻഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യയിലും ആഗോളതലത്തിലും ഊർജത്തിന്റെ ഭാവി ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന വേദിയാണ് ഇന്ത്യ എനർജി വീക്ക് 2025. US, UK, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അത്യാധുനിക ഊർജ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്നു എന്നതും ഇന്ത്യ എനർജി വീക്കിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. AI ആക്ഷൻ ഉച്ചകോടി 2025 പാരീസിൽ. സഹ അധ്യക്ഷ പദവിയിൽ ഇന്ത്യ. AI ആക്ഷൻ സമ്മിറ്റിന്റെ 3ാമത് എഡിഷനാണ് ഇത്. ഗ്ലോബൽ ലീഡേഴ്സ്, പോളിസി മേക്കേഴ്സ്, ഇൻഡസ്ട്രി എക്സ്പേർട്സ് എന്നിവരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്ന ഉച്ചകോടിയാണിത്. കൂടാതെ എനർജി പ്രൊഡക്ഷൻ, ഡിഫൻസ് തുടങ്ങിയ വിവിധ മേഖലകളിലെ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഈ സമ്മിറ്റ് കാരണമാകുന്നുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ച ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുമായി ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർമ്മിച്ച ഈ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സർജം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക അപകടങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് മെഡിക്കൽ മാലിന്യങ്ങൾ. 2016 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് മെഡിക്കൽ മാലിന്യങ്ങൾ വേർതിരിക്കാനും സംസ്കരിക്കാനും കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പാലിക്കപ്പെടാത്തത് ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നു. 2021 മുതൽ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അവസാനമായി മറ്റൊരു വാർത്തയിലേക്ക്. പരീക്ഷയെ പേടിയുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തും നിങ്ങൾക്ക് മുന്നിൽ. തമാശയല്ല. പരീക്ഷാ പേ ചർച്ചയുടെ 8ാമത് എഡിഷൻ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. എല്ലാ വർഷവും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഈ ഇന്ററാക്റ്റീവ് സെഷനിൽ 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിലെ എക്സാം റിലേറ്റഡ് ഇഷ്യൂസ്, സ്ട്രെസ് എന്നിവ ചർച്ച ചെയ്യുകയും കുട്ടികൾക്കും പാരന്റ്സിനും ടിപ്സ് നൽകുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി. 2018 ഇത് ആരംഭിക്കുന്നത്. ഇത്തവണ കലാ കായിക മേഖലകളിൽ നിന്നുള്ള പ്രശസ്തരും പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുത്തു. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.